പല ആൾക്കാരും ഒരു സെക്കൻഡ് ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, മേ ബി ഹൗസ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആസ് പെർ സെബി റെഗുലേഷൻ പ്രകാരം തന്നെ റഫർ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഇതിൽ 2 ടൈപ്പാണ് പ്രോഗ്രാം. ഒന്ന് വന്നിട്ട് നമുക്ക് ഓതറൈസ് പേഴ്സൺ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ NSE ഓതറൈസ് പേഴ്സൺ അല്ലെങ്കിൽ MT6 ഓതറൈസ് പേഴ്സൺ രീതിയിൽ പറയാം. റഫറൽ BDR എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ബിസിനസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ റഫറൽ പാർട്ട്ണർ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു തുടക്കക്കാരനായിട്ടൊരു നമ്മളൊരു ആലിസ്പിൻ്റെ റഫറൽ പാർട്ട്ണർ ആവുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തെ അതിൻ്റെ റവന്യൂ ഷെയറിങ് നമുക്ക് അബ്സല്യൂട്ട്ലി ആ കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓഫീസ് ടൈം 9 to 5 അല്ലെങ്കിൽ 9 to 6 ഓഫീസ് ടൈം. ഇതിൽ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല. അതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നോളജ് ഉള്ള ആൾക്കാർക്ക് ഇതിൽ നല്ല ബെനിഫിറ്റ്. ഒരു പക്ഷേ അവർ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ LIC ഏജൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഹൗസ് വൈഫ് ആയിരിക്കാം. അവർക്കൊരു ബേസിക് നോളജ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നോളജ് ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ബിസിനസ് പാർട്ട്ണർ ആകാൻ പറ്റും. ആലീസ് ബ്ലൂവിൻ്റെ ബിസിനസ് പാർട്ട്ണർ ആകാം എന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, കൂടുതലായിട്ടൊന്ന് പറയാമോ? അപ്പോൾ നമുക്കതൊക്കെ നേരിട്ട് ഇന്ന് അനിൽ സാറിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയായിരിക്കാം ഒരാൾക്ക് ആലീസ് ബ്ലൂവിൻ്റെ ബിസിനസ് പാർട്ട്ണർ ആവാൻ കഴിയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയായിരിക്കാം ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ ബിസിനസ് പാർട്ട്ണർ ഉദ്ദേശിക്കുന്നത് അറിയാൻ പറ്റില്ല. ഇതൊരു ക്യാപിറ്റൽ മാർക്കറ്റാണ്, അല്ലെങ്കിൽ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പല ആൾക്കാരും ഒരു സെക്കൻഡ് ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, മേ ബി ഹൗസ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആസ് പെർ സെബി റെഗുലേഷൻ പ്രകാരം തന്നെ റഫർ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഇതിൽ 2 ടൈപ്പാണ് പ്രോഗ്രാം. ഒന്ന് വന്നിട്ട് നമുക്ക് ഓതറൈസ് പേഴ്സൺ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ NSE ഓതറൈസ് പേഴ്സൺ അല്ലെങ്കിൽ MT6 ഓതറൈസ് പേഴ്സൺ രീതിയിൽ പറയാം. അപ്പോൾ ഇതിന് ഓതറൈസ് പേഴ്സൺ നമ്മളിപ്പോൾ ആലീസ് ബ്ലൂവിൻ്റെ ഓതറൈസ് പേഴ്സൺ ആവുകയാണ്. സോ അതൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ റീസെൻ്റ്ലി കുറേ റെഗുലേഷൻസ് അതിൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ AP എന്നുള്ള ഓതറൈസ് പേഴ്സൺ അല്ലാത്ത നമുക്ക് റഫറൽ BDR എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് ബിസിനസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ റഫറൽ പാർട്ട്ണർ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. സോ 2 ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൊതുവെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞിട്ട് ഓതറൈസ് പേഴ്സൺ ആവാൻ നമുക്ക് സർട്ടൻ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ അവർ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലീഗലായിട്ടത് NSE അതുപോലെ തന്നെ MCX നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ റഫർ എന്നുള്ള സ്കീം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഓതറൈസ് പേഴ്സൺ അല്ലെങ്കിൽ റഫറൽ പേഴ്സൺ പാർട്ട്ണർ ആവുന്ന സമയത്ത് നമുക്ക് ആലീസ് ബ്ലൂവിൽ തന്നെ നമുക്കൊരു വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു തുടക്കക്കാരനായിട്ടൊരു നമ്മളൊരു ആലീസ് ബ്ലൂവിൻ്റെ റഫറൽ പാർട്ട്ണർ ആവുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തെ അതിൻ്റെ റവന്യൂ ഷെയറിങ് നമുക്ക് അബ്സല്യൂട്ട്ലി ആ കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ തന്നെ 70% ഷെയറിങ് നമുക്ക് കൊടുക്കും. ഈ ഷെയറിങ് ഉദ്ദേശിക്കുന്നൊന്നുമല്ല, ഇപ്പോൾ ഞാനൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാനിപ്പോൾ ഒരു മിസ്റ്റർ A എന്നുള്ളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം ട്രേഡ് ചെയ്ത് ജനറേറ്റ് ചെയ്ത ബ്രോക്കറേജിൻ്റെ 100% ആദ്യം 3 മാസം നമുക്ക് ആ പറയുന്ന നമുക്ക് പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റും. 4ാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന് 70% ഷെയറിങ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ബിസിനസ് കൺസേൺ. കാരണം നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ പല ആൾക്കാർക്കും പാർട്ട്ണർഷിപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞ സെർട്ടൻ ഡെപ്പോസിറ്റ് വേണ്ടി വരും, ഒരു ഓഫീസ് സ്പേസ് അങ്ങനെയൊക്കെ വേണ്ടി വരും. പക്ഷേ ആസ് എ ബിസിനസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതി, അല്ലെങ്കിൽ തന്നെ റഫറൽ പാർട്ട്ണർ രീതി നമുക്ക് എവിടെ ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഓഫീസ് കാര്യങ്ങളോ അല്ലെങ്കിൽ തന്നെ നിശ്ചയമായിട്ടുള്ള ടൈം പീരീഡ് അങ്ങനെ ഒന്നും വരുന്നില്ല. ഓഫീസ് ടൈം 9 to 5 അല്ലെങ്കിൽ 9 to 6 ഓഫീസ് ടൈം. ഇതിൽ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല. അതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നോളജ് ഉള്ള ആൾക്കാർക്ക് ഇതിൽ നല്ല ബെനിഫിറ്റ്. ഒരു പക്ഷേ അവർ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ LIC ഏജൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഹൗസ് വൈഫ് ആയിരിക്കാം. അവർക്കൊരു ബേസിക് നോളജ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നോളജ് ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ബിസിനസ് പാർട്ട്ണർ ആകാൻ പറ്റും. ബാക്കിയുള്ള സപ്പോർട്ട് കാര്യങ്ങൾക്ക് ആലീസ് ബ്ലൂ ഈ പറഞ്ഞ മാതിരി അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ, അവർക്ക് വേണ്ട വെബിനാർ, അവർക്ക് എന്താ വേണ്ടത്, അവർ ജസ്റ്റ് ക്ലയൻസിന് ഒരു ക്ലയൻറ്റിനെ ഇപ്പോൾ മിസ്റ്റർ A എന്നുള്ളൊരു ക്ലയൻറ്റ് മിസ്റ്റർ B എന്നുള്ള ക്ലയൻറ്റിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബാക്കി അവർക്ക് സപ്പോർട്ട് കാര്യങ്ങളും അവർക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർ, നമുക്കിപ്പം ഇതിൽ ബിസിനസ് പാർട്ട്ണർ ആകുന്നത് കൊണ്ട് നമുക്ക് എത്ര വരുമാനം, അതായത് എത്ര തൊട്ട് എത്ര വരെ കിട്ടും, അതിൻ്റെ ഒരു കണക്ക് പറയാൻ പറ്റുമായിരിക്കും? എക്സാക്റ്റ് ഒരു കണക്ക് നമുക്ക് പറയാൻ പാടില്ല ആസ് പെർ റെഗുലേഷൻ പ്രകാരം. പക്ഷേ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പറയാം, നമുക്കിതിൽ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. നമ്മൾ ഏതൊരു ബിസിനസ് എന്ത് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. സാർ, ഇതിൽ അബ്സല്യൂട്ട്ലി സീറോ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ നമുക്ക് വരുന്ന ഒരു ബേസിക് ആയിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് നോളജ് വരിക. നമ്മൾ കുറച്ച് ഈ പറഞ്ഞ മാതിരി തന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ നമുക്ക് പഴയ നമ്മൾ കോളേജ് പഠിച്ച ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഒരു ഇൻ്റർവ്യൂസ് കൊടുത്താൽ അവർ മുഖാന്തരം നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ കറക്റ്റായിട്ട് പറയാം. പക്ഷേ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ അണ്ടറിലൊരു 10-100 പേരൊക്കെ ട്രേഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്കൊരു മിനിമം ഒരു എമൗണ്ട്, എനിക്ക് തോന്നുന്നു പെർ മന്ത് ഒരു മിനിമം 50,000 എബോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മിനിമം. മാക്സിമം എന്ന് പറയുന്നത് അത് നമ്മുടെ നോളേജ് എങ്ങനെ ഇരിക്കുന്നു, അതിനുവേണ്ടി എങ്ങനെ അറിയാൻ പറ്റുമോ. പണിയെടുക്കാതെ ഒരിക്കലും നമുക്ക് ശമ്പളം കിട്ടില്ല. നമ്മൾ ബിസിനസ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളിതിൽ ഈ പറഞ്ഞ തന്നെ കുറച്ച് ആൾക്കാരിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിനെ എത്തിക്കുക, ഈ പറഞ്ഞ അവയർനെസ് കൂടി എത്തിക്കാൻ പറ്റുക. അല്ല നമ്മൾ റോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് അല്ല നമ്മൾ ഈ പറയുന്നത്. കാരണം നിങ്ങൾ ഇതാൽ എല്ലാ മാസവും 50,000 കിട്ടുന്നില്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിന് വേണ്ടി ഒന്ന് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു മിനിമം ഈ പറഞ്ഞ ഒരു 30,000 to 50,000
മാക്സിമം അത് നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്ര പേര് ഇതിൽ നമ്മൾ ഈ പറഞ്ഞതിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു, എത്ര പേർക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നു, അവരെങ്ങനെയൊക്കെ ഇതിലേക്ക് ആക്റ്റീവ് കിട്ടും, അതിന് ഡിപ്പെൻഡ്സ് ആണ് നമ്മൾ ഇതിൽ ഇൻകം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. സാർ, അപ്പോൾ നമ്മൾ ആലിസ് ബ്ലൂവിൻ്റെ ഒരു ബിസിനസ് പാർട്ണർ ആകുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാര്യമായിട്ട് ഡോക്യുമെൻഷൻസ് ഒന്നും വരുന്നില്ല. ചെറിയൊരു മിനിമൽ ചാർജ് ഒരു 1000 rupees ഈ ബിസിനസ് പാർട്ണർ രീതിയിൽ നമുക്ക് വരുന്നത്. ഓതറൈസ് പേഴ്സൺ സെപ്പറേറ്റ് ഫോർമാലിറ്റീസ് ആണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഒരു സ്റ്റാർട്ടിംഗ് രീതിയിൽ ബിസിനസ് പാർട്ണറിന് നമുക്കൊരു 1000 rupees GST ഒരു രജിസ്ട്രേഷൻ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അവർക്ക് ത്രൂ ഓൺലൈൻ കൂടി തന്നെ നമുക്ക് ബിസിനസ് പാർട്ണറായിട്ട് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ഒരു ബാക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ എത്ര പേര് നമ്മുടെ അണ്ടറിൽ എത്ര പേര് വന്നിട്ടുണ്ട്, അവർ എത്ര പേര് ട്രേഡ് ചെയ്തിട്ട്, എത്ര പേര് അവർ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട്, അതെല്ലാ കണക്ക് കാര്യങ്ങളും നമ്മൾ ഈ ബാക്ക് ഓഫീസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ വരിക, ഈ ഇതിലൊന്ന് പങ്കെടുക്കുക, പിന്നെ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും വേണം. ഈ പറഞ്ഞ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും ഇതിൻ്റെ വെബിനാർ കാര്യങ്ങൾ നമ്മൾ എത്തിച്ചാൽ ഒബ്വിയസ്ലി ഈ പറഞ്ഞ നമുക്കൊരു നിശ്ചയ ഒരു വരുമാനം നമുക്ക് എല്ലാ മാസവും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സാർ, ഇപ്പോൾ നിലവിൽ ആലിസ് ബ്ലൂവിൽ എത്ര പേര് ഇതിൻ്റെ ഒരു പാർട്ണറായിട്ട് ബിസിനസ് പാർട്ണറായിട്ട് ഉണ്ടാവും? ആലിസ് ബ്ലൂ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബിസിനസ് പാർട്ട്നേഴ്സാണ്, B2B ബിസിനസ് ആലിസ് ബ്ലൂ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 50,000+ ആലിസ് ബ്ലൂവിൽ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് ഓൾറെഡി ഇപ്പോൾ കറൻ്റ് ആക്റ്റീവായിട്ട് നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Investments in securities markets are subject to market risks. $3 related documents carefully before investing.